ഹായ് മച്ചാമാരെ, ഇന്ന് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു മച്ചാൻ എന്നോട് ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഷോപ്പിൽ കൊടുക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമോ എന്നൊരു മച്ചാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫോണിൻ്റെ ഫ്രെയിമിൽ നിന്നും ഇളകി പുറത്തോട്ട് വരുന്ന ഒരവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന് ഫോണിൻ്റെ കാലപ്പഴക്കം മുഖേന ഈ ഒരു ഡിസ്പ്ലേ ഫ്രെയിമിലെ ഗം ഉപയോഗിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന ഗം ഡ്രൈ ആയിട്ട് ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ പുറത്തോട്ട് ഇളകി വരാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത്, മച്ചന്മാരെ ഫോൺ തറയിൽ വീണ് കഴിഞ്ഞാലും ഇതേപോലെ പ്രോബ്ലംസ് ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്നും ഇളകി വരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മച്ചന്മാരോട് ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വീർത്തിട്ട് ഡിസ്പ്ലേ പുറത്തോട്ട് തള്ളിയിട്ട് ഡിസ്പ്ലേ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്നും ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും അത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഫോൺ ഓണാക്കിയ ശേഷം ഈ സൈഡ് 4 സൈഡിലേക്കും ജസ്റ്റ് ഇതേപോലെ പിടിച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്ക് ലൈറ്റ് പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്ക് ലൈറ്റ് പുറത്തോട്ട് വരുന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്പ്ലേ വെളിയിലോട്ട് ഇളവിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഡിസ്പ്ലേ ഇളവിയിട്ടുണ്ടോ. ഇളവിയിരിക്കുകയാണ് എങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പ്രസ് ചെയ്തൊക്കെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇളവിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും മച്ചാന്മാരെ നിങ്ങളുടെ ഡിസ്പ്ലേ നിങ്ങൾ ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇളവി താഴെ പോയിട്ട് ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മച്ചാന്മാരെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളകിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒട്ടിക്കണം. ഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളകിപ്പോവുകയാണെങ്കിൽ അത് പെർമനൻ്റ്ലി നമുക്ക് ടെക്നീഷ്യൻ്റെ അടുത്ത് പോയി മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ടെക്നീഷ്യൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും വെളിയിലെടുത്തിട്ട് പഴയ ഗം എല്ലാം ചുരണ്ടിക്കളഞ്ഞ് എല്ലാം ക്ലീനാക്കി ചുരണ്ടിക്കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് പുതിയ ഗം ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ഒട്ടിക്കും. എങ്കിൽ മാത്രമേ സ്ഥിരമായിട്ട് ആ ഒരു ഡിസ്പ്ലേ ഫ്രെയിമിൽ വീണ്ടും നിൽക്കുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ കൊടുത്ത് ഒരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് ശരിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ, അതായത് ചിലപ്പോൾ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല, പൈസയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സമയമില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്ക് ഷോപ്പിൽ പോകാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട്, ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്രെയിമിൽ ഒട്ടിക്കുന്ന രീതി. അതിനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്പ്ലേ ചെറുതായിട്ട് പൊക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. ഇതൊരു ഗ്ലാസ് പുള്ളറാണ്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഏകദേശം 10-15 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു ഗ്ലാസ് പുള്ളറാണ്, ചെറിയൊരു പുള്ളറാണ്. മച്ചന്മാരെ ഇത് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കുക. രണ്ടാമതെന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതി ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഗമ്മാണ്. T7000 എന്ന് പറഞ്ഞ ഒരു മീഡിയം വിസ്കോസിറ്റിയിലുള്ള ഒരു ഗമ്മാണ്. അല്ലാത്ത 7000, 8000 ഒക്കെ ഉള്ള പല ഇതുകൊണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ ഗമ്മും നമ്മൾ ടെക്നീഷ്യന്മാർ ചൂസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാകുന്ന ഒരു ഗമ്മാണ് ഫെവിക്കോളിൻ്റെ ഒരു ഗമ്മ്. ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ അത്ര എഫിഷ്യൻ്റ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, ഫോൺ ഓഫ് ചെയ്ത ശേഷം നിങ്ങളുടെ ഗ്ലാസ് പുള്ളർ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്ലാസ് പുള്ളർ നിങ്ങളുടെ ഡിസ്പ്ലേയുടെ ഏത് ഭാഗത്താണോ ഇളവിയിരിക്കുന്നത്, എല്ലാ ഭാഗമൊന്നും പറയുന്നത്, നിങ്ങൾ ഇളവിയിരിക്കുന്ന ഭാഗം മാത്രം നിങ്ങൾ ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ഈ ഭാഗമാണ് ഇളവിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗ്ലാസ് പുള്ളർ ഉപയോഗിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അനക്കുമ്പോഴത്തേക്കും ഇളവിയിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. മച്ചന്മാരെ നല്ല രീതിയിൽ നോക്കുക, ഇവിടെ ഇളവിയിരിക്കുന്ന കാണുന്നുണ്ടാവും. ജസ്റ്റ് ചപ്പൊക്കിയപ്പം പൂർണ്ണമായിട്ട് ഇളവി വന്നു, കുഴപ്പമില്ല. നിങ്ങൾ വലിച്ച് പിടിക്കുകയും ചെയ്യില്ല, ജസ്റ്റ് നിങ്ങൾ ആ ഇളവിയ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫെവിക്കോളിൻ്റെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സൊല്യൂഷൻ ഇളക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇത് ഗ്ലാസ് പുള്ളർ ബാക്കിലോട്ട് ചെറുതായിട്ടൊന്ന് വെളിയിലോട്ട് തള്ളുക, വെളിയിലോട്ട് വലിക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പ് വരും, ആ ഒരു ഇളവിയ ഭാഗത്തൊരു ഗ്യാപ്പ് വരും. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഗമ്മ്, നിങ്ങൾ എടുത്ത ആ ഒരു ഗമ്മ് ആ ഭാഗത്ത് നല്ല രീതിയിൽ വേണ്ട, കൂടുതൽ അകത്തോട്ട് വേണ്ട, കുറച്ച് അകത്ത് കയറത്തക്ക രീതിയിൽ മാത്രം നിങ്ങൾ ആ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ ഒട്ടിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക, ഗം അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് നിങ്ങളങ്ങ് നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു പുള്ളർ വെച്ച് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രസ്സാവും. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രം, നിങ്ങളുടെ ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ ആ ഭാഗം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, എല്ലായിടത്തും ചെയ്യേണ്ട ആവശ്യമില്ല.
എവിടെയാണോ ഗ്യാപ്പ് വരുന്നത്, എവിടെയാണ് ഡിസ്പ്ലേ ഇളവിയിരിക്കുന്ന ആ ഭാഗം മാത്രം നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാ ഭാഗത്തും ഏകദേശം ഇളവിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ഭാഗത്തും നിങ്ങൾ ജസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മുകളിലോ താഴെ എവിടെയാണ് സ്ട്രിപ്പ് വരുന്നത് ആ ഭാഗത്ത് ഒരുപാട് ഉപയോഗിക്കരുത്. കാരണം അത് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വരുന്ന ഭാഗം ഒരിക്കലും, ആ ഒരു ഫ്ലെക്സ് വരുന്ന ഭാഗം ഒരിക്കലും നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കരുത്. ഓക്കെ, അത് നിങ്ങൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. ഓക്കെ, പൊട്ടിപ്പോയി. കുഴപ്പമില്ല വെച്ചമാർ, നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ റബ്ബർ ബാൻഡ് ഉണ്ട്. റബ്ബർ ബാൻഡ് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഒട്ടിക്കുക, ടൈറ്റ് ചെയ്ത് തന്നെ ഇടുക. ഓക്കെ, ഇതേപോലെ റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്യുക. എവിടെയാണ് ഒട്ടിച്ചത് ആ ഭാഗത്ത് നല്ല രീതിയിൽ ഒട്ടത്തക്ക രീതിയിൽ പ്രസ്സായി ഇരിക്കത്തക്ക രീതിയിൽ തന്നെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുക. റബ്ബർ ബാൻഡ് ഇടുക. റബ്ബർ ബാൻഡ് ഇട്ട് ഏകദേശം ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂർ നിങ്ങൾ വെച്ചാൽ അത് കൂടുതൽ നേരം ഉപയോഗിക്കരുത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം 3/4 മണിക്കൂർ ഉപയോഗിച്ച ശേഷം നിങ്ങളത് റബ്ബർ ബാൻഡ് ഇളക്കി കളഞ്ഞതിന് ശേഷം നിങ്ങൾ പഴയ ആ ഒരു ഇത് ജസ്റ്റ് ചെറുതായിട്ട് കൈകൊണ്ട് ഇതേപോലെ ചുരണ്ടി കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏകദേശമൊക്കെ നിങ്ങളുടെ ആ ഒരു ഡിസ്പ്ലേ ഫ്രെയിമിൽ ഒട്ടി തന്നെ ഇരിക്കും. അതൊരു പ്രോബ്ലംസ് ഇല്ല. നിങ്ങൾക്ക് പിന്നീട് പൈസ കിട്ടുന്ന സമയത്തോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു ടെമ്പററി സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. പെർമനൻ്റ്ലി സൊല്യൂഷൻ അല്ല. ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളവിയിരിക്കുകയാണെങ്കിൽ ടെമ്പററി ആയിട്ട് ഒട്ടിക്കുന്ന രീതി മാത്രമാണ്. നല്ല രീതിയിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ഇളക്കിയെടുത്ത് തന്നെ പഴയ ഗമ്മൊക്കെ റിമൂവ് ചെയ്ത് ഇളക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ടെമ്പററി ആയിട്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.